ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് പൂർണ്ണമായിട്ടും ആം ആദ്മി പാർട്ടിയുടെ വോട്ടുകൾ കട്ട് ചെയ്തു എന്ന് പറയുവാൻ ബുദ്ധിമുട്ടാണ്. ശ്രീ ഡോക്ടർ ജി ഗോപകുമാർ, താങ്കളുടെ നിരീക്ഷണം ശരിയാണ്. കുറച്ച് വോട്ടുകളെങ്കിലും കോൺഗ്രസ് കൊണ്ടുപോയിട്ടുണ്ടാവും. പക്ഷേ പൂർണ്ണമായിട്ടും കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുവാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയില്ല. കാരണം കോൺഗ്രസിന്റെ വോട്ടുകൾ കൂടിയാൽ പോലും അതിനേക്കാൾ വലിയ മാർജിനിലാണ് അവിടെ പല മണ്ഡലങ്ങളിലും BJP ലീഡ് ചെയ്യുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ അന്തിമ ഫലം വരുമ്പോൾ നോക്കാം. പല മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് നേരിയത് മാത്രമാണ്, വളരെ കുറവാണ്. അത് മാത്രമല്ല, ഒന്നിച്ചു നിൽക്കുമ്പോൾ രണ്ടായി നിൽക്കുന്ന വോട്ടിംഗ് ശതമാനം ഒരുമിച്ച് ഒരു കേന്ദ്രത്തിൽ വീഴുമെന്ന് ഉറപ്പിക്കാനും പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ട്. ആവേശകരമായി മത്സരം നടക്കുന്ന രണ്ട് മണ്ഡലങ്ങളാണ്. ഒന്ന് ന്യൂഡൽഹി മണ്ഡലം, അവിടെ നേരിയ വോട്ടുകൾക്ക് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പിന്നിലാണ് 225 വോട്ടുകൾക്ക്. അതുപോലെ തന്നെ ഡൽഹി മുഖ്യമന്ത്രി മത്സരിക്കുന്ന കൽക്കാജി മണ്ഡലം, അവിടെ 2800 വോട്ടുകൾക്കാണ് രമേശ് ബിദൂരി ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് ഡൽഹി മുഖ്യമന്ത്രി അതീഷിയേക്കാൾ. അവിടെ കോൺഗ്രസിന്റെ അൽക്ക ലാംബ അവർ ഇതുവരെ പിടിച്ചിരിക്കുന്ന വോട്ടുകൾ 1864. അപ്പോൾ അതിനേക്കാൾ ഉയർന്ന ലീഡ് BJPക്ക് കിട്ടുന്നുമുണ്ട്. അപ്പോൾ കോൺഗ്രസ് പൂർണ്ണമായും വോട്ട് കട്ടറാണ് എന്ന് പറയുവാൻ പറ്റുകയില്ല. ഇപ്പോഴത്തെ ചിത്രം എന്ന് പറയുന്നത് ഈ 40 സീറ്റുകളിൽ 2 സീറ്റുകളിലാണ് BJP ലീഡ് ചെയ്യുന്ന സീറ്റുകളിൽ നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് ഉള്ളത്. അതാണ് ഞാൻ ഈ പറഞ്ഞ 2 മണ്ഡലങ്ങൾ. ഒന്ന് ന്യൂഡൽഹി, 2 കൽക്കാജി. അതിൽ കൽക്കാജി മണ്ഡലം ഇപ്പോൾ BJP ഒരു കംഫർട്ടബിൾ പൊസിഷനിലേക്ക് വരികയാണ്. 2800 ലീഡ് വന്നിട്ടുണ്ട്. ന്യൂഡൽഹി പറയാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും BJP ആ ഒരു ഭരണത്തിലേക്ക് എത്തുകയാണ്. ആം ആദ്മി പാർട്ടി മത്സരിക്കുന്ന ലീഡ് ചെയ്യുന്ന ഏതാനും സീറ്റുകളിൽ ഇപ്പോൾ നേരിയ ലീഡാണ്. പക്ഷേ അവർക്കത് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരവസ്ഥ തന്നെയുണ്ട്. 40-30 അല്ലെങ്കിൽ ഒരു 39-31 ഫിനിഷ് ചെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പോൾ എന്തായാലും കാണുന്നത്. ശ്രീ മോഹൻ വർഗീസ് കൂടിയുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, എങ്ങനെയാണ് ഇതുവരെയുള്ള ട്രെൻഡിനെ താങ്കൾ വിലയിരുത്തുന്നത്? എന്തായാലും BJP ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. കാരണം BJP 8 നിന്നാണ് അവിടെ ഈ 40 എത്തുന്നത്. ശ്രീ മഞ്ജുഷ്, ശതമാനക്കണക്കിൽ നോക്കുമ്പോൾ 8 നിന്ന് 40 വളർച്ച വലിയ കുതിച്ചുചാട്ടമാണെന്ന് തോന്നാം. പക്ഷേ ഒരു ഇപ്പോഴത്തെ നിലയിൽ കാണുന്നത് 30-40 എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 5-6 മണ്ഡലങ്ങളുടെ ഫലമാണ് അവിടെ നിർണായകമാകുന്നത്. അവിടെ നമ്മൾ കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ വോട്ട് ഷെയറിനെ കുറിച്ച് അന്തിമ കണക്കുകൾ വന്നെങ്കിൽ മാത്രമേ ഒരു ത്രികോണ മത്സരത്തിൻ്റെ ഫലം BJPക്ക് അനുകൂലമായി വന്നോ എന്ന് കൃത്യമായി പറയാനാവും. സെഗ്മെന്റ് തിരിച്ചുള്ള അല്ലെങ്കിൽ വിവിധ വിഭാഗങ്ങളെ തിരിച്ചുള്ള കണക്കിൽ ഏതാണ്ട് പ്രതീക്ഷിച്ച രീതിയിൽ തന്നെയാണ് ന്യൂനപക്ഷ കൺസോളിഡേഷൻ ഒരു പരിധിവരെ കോൺഗ്രസിന് ഉണ്ടാകും എന്ന് കരുതിയത് ഉണ്ടായിട്ടില്ല. അത് ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി ഉണ്ടായി. അതുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി ടാക്ടിക്കൽ വോട്ടിങ്ങിലേക്ക് തിരിഞ്ഞു എന്ന് ഫലത്തിൻ്റെ ആദ്യ സൂചനകളിൽ കാണുന്നു. മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങൾ 10-12 മുസ്ലിം നിർണായക സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ആം ആദ്മി പാർട്ടിക്ക് തന്നെയാണ് ലീഡ്. അതാണ് അതിൻ്റെ ഒരു കാര്യം. അതുപോലെ ചേരി പ്രദേശങ്ങൾ അടങ്ങുന്ന ഒരു ഷാൻറ്റി ടൗണുകളുള്ള ഭാഗങ്ങളിൽ ആം ആദ്മി പാർട്ടിക്ക് തന്നെയാണ് ലീഡ്. അതും പ്രതീക്ഷിച്ചിരുന്ന കാര്യം തന്നെയാണ്. പക്ഷെ മധ്യവർഗത്തിൽ വലിയ പ്രതീക്ഷ, മിഡിൽ ക്ലാസ് കോൺസ്റ്റിറ്റ്യുവൻസീസ്, അതിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന BJPയും ആപ്പും അത് ഏതാണ്ട് സമനിലയിൽ തുടരുകയാണ്. ഒരു ലേശം ഭൂരിപക്ഷം BJPക്ക് ഉണ്ട് എന്നതാണ്. മറ്റെല്ലാ സെഗ്മെന്റുകളും നേരത്തെ ഇവിടെ മഞ്ജുഷ് തന്നെ സൂചിപ്പിച്ച ജാത്ത് സെഗ്മെന്റ്, അതുപോലെ ഗുജ്ജാർ സെഗ്മെന്റ്, ഉപരിവർഗങ്ങൾ, അവിടെ എല്ലാം തന്നെ എക്രോസ് ദ ഫ്രോണ്ടിയർ ഭാരതീയ ജനതാ പാർട്ടിക്ക് ക്ലിയർ എഡ്ജുള്ള ഒരു നിലയിൽ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ നിർണായകമാകേണ്ടത് ഒരു പക്ഷേ കേന്ദ്ര ബഡ്ജറ്റിലെ ഇൻകം ടാക്സ് പരിധി 12 ലക്ഷം രൂപ വരെ നികുതി ഒഴിവ് നൽകി എന്ന് പറയുന്നത് വലിയ രീതിയിലാണ് ജനഹൃദയങ്ങളെ കീഴടക്കിയിരിക്കുന്നത്. അല്ല എങ്കിൽ കൃത്യം നെക്ക് ടു നെക്ക് ഫൈറ്റ് വരേണ്ട ഒരു ഘട്ടത്തിൽ BJP അവസാന ഘട്ടത്തിൽ അവസാന ആഴ്ചയിൽ കുതിച്ചുപോയെന്നൊരു ഘട്ടം കണ്ടു. അതുകൊണ്ടായിരിക്കണം ഈ രീതിയിൽ വന്നത്. ഇവിടെ നിർണായകമാകാവുന്നത് ഒരു സൈക്കോളജിക്കൽ പോരാട്ടമാണ്. അതീഷ് മർലേന കൽക്കാജി മണ്ഡലത്തിലും ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളും പിന്നിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതീഷിയെ സംബന്ധിച്ചിടത്തോളം 2500 വോട്ടിന് പിന്നിൽ നിൽക്കുകയാണ്. അവിടെ അതീഷ് പരാജയപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ അതീഷിക്കെതിരെ നെഗറ്റീവായ കാര്യങ്ങൾ പറയാനില്ല, അല്ലെങ്കിൽ അഴിമതിയുടെ കാര്യമായി പറഞ്ഞിട്ടില്ല. ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. ആ ഗുഡ് വിൽ അവിടെ നഷ്ടപ്പെട്ടു. അപ്പം അതിനെ ഒരു ചെസ്റ്റ് ഡോസ് ആയിട്ട് എടുക്കാം. അരവിന്ദ് കെജ്രിവാൾ ആരോപണ വിധേയനാണ്. ഒരു പക്ഷേ അരവിന്ദ് കെജ്രിവാളിൻ്റെ ആ ഒരു ഓറ ന്യൂഡൽഹി മണ്ഡലത്തിൽ പഴയ പോലെ യേശിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അരവിന്ദ് കെജ്രിവാളും അതീഷ് മർലേനയും ആത്യന്തികമായി അവസാന ഘട്ടത്തിൽ പരാജയപ്പെടുന്ന ഘട്ടം വന്നാൽ
പൂർണ്ണമായും ആം ആദ്മി പാർട്ടി മാജിക് ഡൽഹിയിൽ അവസാനിച്ചു എന്ന് പറയാം. 21 സീറ്റോടുകൂടി പരാജയപ്പെടുന്ന ഘട്ടം വന്നാലും ആം ആദ്മിയുടെ ഒരു നല്ല കാലം, പുഷ്കലകാലം സംസ്ഥാന തലത്തിൽ അവസാനിച്ചു എന്ന് വേണേൽ പറയാം. ഇതിന്റെ റാമിഫിക്കേഷൻ തൊട്ടടുത്ത പ്രദേശമായ പഞ്ചാബിലേക്ക് ഉറപ്പായും വരും. ഡൽഹിയേക്കാൾ നിർണായക സംസ്ഥാനമാണല്ലോ 117 സീറ്റുകളുള്ള പഞ്ചാബ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഉത്തരേന്ത്യയിലെ തുരുത്തുകൾ ഒന്നൊന്നായി, അല്ലെങ്കിൽ പ്രതിപക്ഷ സഖ്യത്തിന്, ഇന്ത്യ മുന്നണിയിലെ സഖ്യത്തിന്റെ തുരുത്തുകൾ ഒന്നൊന്നായി പിടിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് പ്രചോദനമാകുന്ന ഒരു നിർണായക തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞത്. ഇപ്പോഴത്തെ സൂചനകൾ അവസാനം വരെ നിൽക്കുകയാണെങ്കിൽ BJPക്ക് സന്തോഷിക്കാൻ കൃത്യമായ മണ്ഡലം വെച്ച് നോക്കുമ്പോഴും ഈ സൂചനകൾ ഇങ്ങനെ തന്നെ നിൽക്കുവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. എക്സെപ്റ്റ് ഈ ന്യൂഡൽഹി മണ്ഡലം, അവിടെ കേജ്രിവാളിന് തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അത് ആം ആദ്മി പാർട്ടിക്ക് വലിയ വില നൽകേണ്ടി വരുന്ന ഒന്ന് തന്നെയായിരിക്കും. ഇപ്പോൾ ശ്രീ കെ സോമൻ, അപ്പോൾ ശ്രീ കെ എസ് ശബരിനാഥ്, ഈ രണ്ടുപേരും ചേരുകയാണ്. ശ്രീ കെ സോമൻ, എന്താണ് BJPയുടെ ഈ വിജയത്തിന് കാരണമായി താങ്കൾ കരുതുന്നത്? മഞ്ജുഷ, ഈ വിജയത്തിന് കാരണമായി ഞങ്ങൾ കരുതുന്നത് ഡൽഹിയിലെ ജനതയ്ക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. ഡൽഹിയില് അഴിമതിക്കെതിരായി ഒരു പുതിയ പ്രതിച്ഛായയുമായിട്ടാണ് ആം ആദ്മി കടന്നു വന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ലോക്സഭയില് BJP ജയിക്കുന്ന സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് 2024 ഉണ്ടായി. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJP വേണ്ടത്ര വിജയിക്കാത്ത, വല്ലാണ്ട് ചുരുങ്ങിപ്പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് BJP, ഡൽഹിയിലെ BJPയും സെൻട്രൽ പാർട്ടിയും. സ്വാഭാവികമായിട്ടും ആ പാഠങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടുള്ള പരിവർത്തനം, പ്രവർത്തനത്തിൽ കാണിച്ചിട്ടുള്ള ജാഗ്രത, അത് ഈ വിജയത്തെ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊന്ന്, കെട്ടിപ്പൊക്കിയ പ്രതിച്ഛായയുടെ ചീട്ടുകൊട്ടാരം തകർന്നു വീഴുകയാണ്. സാധാരണക്കാരന്റെ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ മുന്നണി പോരാളിയായി ഞങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഡൽഹിയിൽ അധികാരത്തിൽ വന്നവർ, അതിന്റെ തുടർച്ച ലഭിച്ചവർ, അതിലെ 70% മന്ത്രിമാർ ജയിലിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് നമ്മൾ കാണുകയാണ്. ഡൽഹിയിലെ ജനത ഇത് കാണുകയാണ്. ഈ തെരഞ്ഞെടുപ്പിലും അതിനെയെല്ലാം അതിജീവിക്കാൻ വേണ്ടിയിട്ട് വലിയ വാഗ്ദാന പെരുമഴ അവർ കൊടുത്തിരുന്നു. അപ്പൊ BJP കൊടുത്തോ എന്ന് ചോദിച്ചാൽ BJP കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഡൽഹി മാറണമെന്ന് ഡൽഹി നിവാസികൾ ആഗ്രഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയുള്ള ഒരു സംസ്ഥാന സർക്കാർ ഡൽഹി ഭരിക്കണം, അതിന്റെ പശ്ചാത്തലത്തിൽ വരുന്ന വികസനം ഉണ്ടാകണം എന്ന നിലയിൽ ഡൽഹി ജനത ചിന്തിച്ചു. അവർ അഴിമതിക്കെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തായി ഈ തെരഞ്ഞെടുപ്പിനെ ഉപയോഗിച്ചു. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്.